ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പൂത്തിരിക്കകത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പൂത്തിരികൾ കത്തിക്കാറുണ്ട്, പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാറില്ല ഇതിനകത്തൊക്കെ എങ്ങനെയാണ് മരുന്ന്. എല്ലാവർക്കും അറിയാം കരിമരുന്നാണെന്ന്, പക്ഷേ അത് എങ്ങനെയാണ് നിറച്ചിട്ടുള്ളത്. സ്കൈ ഷോട്ടിൽ വേറൊരു രീതിയാണ്, കമ്പിത്തിരിയിൽ വേറൊരു രീതിയാണ്, പൂത്തിരിയിൽ വേറൊരു രീതിയാണ്. ഇവിടെ പൂത്തിരി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ ഇതിനെന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഓലപ്പടക്കത്തിൽ വേറൊരു രീതിയാണ്, ബിജിലി എന്ന് പറഞ്ഞാൽ മുളക് പടക്കത്തിൽ വേറൊരു രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഇവിടെ പൂത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുള്ള പൂത്തിരി എല്ലാം തീർന്നു. അപ്പോൾ നമുക്ക് ഒരു പൂത്തിരിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പൂത്തിരി എടുക്കാം, ബാക്കി നമുക്ക് ഇവിടെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൂത്തിരി വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് പൂഴിക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലം ഇവിടെ കേരളം മൊത്തം അറിയാവുന്ന സ്ഥലമാണ്, ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പൂഴിക്കുന്ന് ആശാൻ്റെ പടക്കം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പടക്കമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത് എന്താണെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പുറത്തുള്ള ആ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്ത് കളയാം. ആദ്യമേ തന്നെ പുറത്ത് അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അവരുടെ ആ ഒരു കമ്പനി ബ്രാൻഡ് നെയിമൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം എടുത്ത് കളയാം. ഓക്കെ, സ്റ്റിക്കർ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഫ്യൂസ്. ഇതാണ് ഫ്യൂസ്, നമ്മുടെ തിരി കത്തിക്കാനുള്ള തിരി എന്ന് പറയും ഫ്യൂസ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് ഇവിടെ കുറച്ച് കരിമരുന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്നൊന്ന് എടുത്തു നോക്കാം. ഒക്കെ അടിയിൽ തുറക്കുമ്പോൾ നമുക്കിവിടെ കാണാം മണ്ണ് പോലത്തെ എന്തോ ഒരു സാധനം ഇവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ഒരു അടിയിൽ എന്തോ ഒരു മണ്ണ് പോലെ നിറച്ച്, മണ്ണല്ല ഇതെന്തോ ഒരു കാർഡ്ബോർഡ് പോലത്തെയാണ് ഇത് സംഭവം. എനിക്ക് തോന്നുന്നു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിത് നിറച്ച് വെച്ചേക്കുന്നത്. ഇതുണ്ടല്ലോ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് കരിമരുന്ന് ഇവിടെ നിന്ന് വരുന്നത് കാണാൻ പറ്റും. അതായത് ഇത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ കരിമരുന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് ദീപാവലിക്ക് വാങ്ങിച്ച് കത്തിക്കുന്നത് നമുക്കറിയാവുള്ളൂ. അതിൻ്റെ അകത്ത് എന്താണെന്ന് ആരും അത് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കേട്ടോ, അത് ഇവിടെ തുറന്നപ്പോൾ തന്നെ കരിമരുന്ന് ഇവിടെ വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ കരിമരുന്ന്, ഇതായി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ചെറുതായിട്ടൊന്ന് കത്തിയാൽ മതി, അത് കത്തിപ്പിടിക്കും. സോ ഡോണ്ട് ട്രൈ ഇറ്റ് അറ്റ് ഹോം. ഓക്കെ, ഇവിടെ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. മൊത്തം കരിമരുന്ന് നിറച്ച് വെച്ചേക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ പൂത്തിരിക്കകത്ത് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നത്. കരിമരുന്ന് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ കരിമരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ അടിഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൂടെ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, ഇതിനകത്ത് പൂത്തിരിക്കകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ പൂത്തിരി വല്ലതും പൊട്ടിച്ച് നോക്കിയാലും വല്ലതും കാണത്തുള്ളൂ. ഇതിനകത്ത് ഇത്രയും ഫുൾ കരിമരുന്നാണ് ഈ കാണുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്, കാരണം കരിമരുന്ന് കയ്യിൽ വീണിട്ട് നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കത്തിപ്പിടിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.